ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എനിക്ക് കിട്ടിയൊരു എട്ടിൻ്റെ പണീനെ കുറിച്ചാണ്. വേറൊന്നുമല്ല, ഞാൻ ഇതിന് മുൻപേ ഷോർട്സിലിട്ടായിരുന്നു ഹിലിക്സ് പിയേഴ്സിങ് ചെയ്യുന്നൊരു വീഡിയോ. അപ്പോൾ എനിക്ക് പണ്ടോട്ടേയുള്ള ആഗ്രഹമാണ് ഇങ്ങനെ ചെവി മൊത്തമായിട്ട് ഇങ്ങനെ കുത്തുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റും സെക്കൻഡും മാത്രമേ കുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ, അല്ലാതെ വേറെ പിന്നീട് മെല്ലെ മെല്ലെ കുത്താമെന്നായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്രാവശ്യം മുകളിൽ ചെയ്തപ്പോൾ തന്നെ അമ്മ പറഞ്ഞു എന്തിനാ, അമ്മയ്ക്ക് ഇങ്ങനത്തൊന്നും ഇഷ്ടമല്ല. അപ്പം അമ്മ എന്ത് ചെയ്യുമ്പോഴും പറയുന്നൊരു കാര്യമാണ്, എന്തിനാണ് ദൈവം തന്ന സൗന്ദര്യം പോരെ. പക്ഷേ നമുക്കതല്ലല്ലോ, കുറച്ച് എക്സ്ട്രാ വേണമല്ലോ. ഞാൻ മലബാറിൽ നിന്നായിരുന്നു കുത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ബേബിയുടെ നൂലുകെട്ടിൻ്റെ സമയം ആ സാധനങ്ങളൊക്കെ എടുക്കാൻ പോയ ഒരു സമയമായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് വന്നപ്പോൾ അവിടെ നിന്ന് എന്നോട് സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഉപ്പുവെള്ളം അങ്ങനെ ഒന്നും. പൊതുവേ ഞാൻ മൂക്ക് കുത്തിയ സമയം അവിടെ നിന്ന് എന്നോട് പറഞ്ഞത്, അത് ഞാൻ സാധാ ഒരു ചെറിയൊരു ജ്വല്ലറിയിൽ നിന്നായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഐസ് ക്യൂബ് വെച്ചാൽ മതി, ഉപ്പുവെള്ളം ആക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അപ്പോൾ എനിക്ക് ഐസ് ക്യൂബ് വെച്ചപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, പഴുത്തിട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യവും വിചാരിച്ചു പഴുക്കാനൊന്നും ചാൻസ് ഇല്ല, ജസ്റ്റ് ഐസ് ക്യൂബ് ആക്കാം. പക്ഷേ ഞാൻ 2 ദിവസം ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ സത്യം പറഞ്ഞു. അപ്പോൾ മൂക്ക് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റഡ് ആണെങ്കിലും നമുക്കൊരു 2 ആഴ്ചയൊക്കെ ഏകദേശം ഒരു പെയിൻ ഉണ്ടാവും. അപ്പം ഞാൻ എനിക്ക് കിടക്കുമ്പോഴൊക്കെ ഒരു സൈഡ് കിടക്കുമ്പോഴൊക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചത്, എനിക്ക് പൊതുവേ പെയിൻ സഹിക്കുന്നതിൽ വലിയൊരു ബുദ്ധിമുട്ട് ഉള്ള ആളല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് നോർമൽ പെയിനാണ്. പക്ഷെ ഞാനിങ്ങനെ ചേച്ചീനോടൊക്കെ പറയായിരുന്നു ഇങ്ങനെ നല്ല വേദനയുണ്ട്, പക്ഷെ അവരോടൊന്നും നോക്കാൻ ഞാൻ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ദിവസം ഞാൻ ഇങ്ങനെ ഒരു മാസം കുത്തിയിട്ട് ഏകദേശം 1 മാസം ആയപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ തൊട്ട് നോക്കി വേദന കൊണ്ട്. അപ്പോൾ ഒരു കമ്മലിൻ്റെ സ്റ്റോണും ഒക്കെ കാണുന്നുണ്ട്, പക്ഷെ ഒന്നിൻ്റെത് കാണുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്റ്റോണ് പൊട്ടിപ്പോയതായിരിക്കും, ചിലപ്പോൾ തെറിച്ചിട്ടോ അങ്ങനെ എന്തോ. ഞാൻ ചേച്ചീനോട് പറഞ്ഞു ഒന്ന് നോക്കിയേ, സ്റ്റോൺ എന്തെങ്കിലും പോയിട്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയിട്ടാണോ എന്ന് വെച്ചാൽ. അപ്പോൾ ആൾ പറഞ്ഞു സ്റ്റോണിനൊന്നും പറ്റിയിട്ടില്ല, ഹോൾസിൽ തന്നെ ആ കമ്മലടക്കം പോയിട്ട്. അപ്പോൾ അതിൽ നിന്ന് നല്ല രീതിയിൽ വൈറ്റ് ഡിസ്ചാർജും അതുപോലെ തന്നെ ബ്ലഡും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു ഇനി കൂടുതൽ ഇതാക്കണ്ട, അത് ഊരിക്കോന്ന് പറഞ്ഞു. പക്ഷെ എനിക്കത് നമ്മളിപ്പോൾ ഊരുകയാണെങ്കിൽ പിന്നെ ഇവർ കുത്താൻ വിടൂല എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഇല്ല, നമുക്ക് ഈ സാധനം വയ്ക്കാം, എന്നിട്ട് നമുക്ക് തുളസീൻ്റെ തണ്ട് അതിടാന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം അതിട്ടു. തുളസീൻ്റെ തണ്ടിടണമെങ്കിലും ആദ്യം ഉള്ളിൽ പോയ കമ്മലൊന്ന് പുറത്താക്കണമായിരുന്നു. അപ്പോൾ അമ്മയ്ക്കും അഞ്ചുനൊക്കെ ഇപ്പം എൻ്റെ വീട്ടിലെല്ലാവർക്കും ഏകദേശം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ അപ്പുറത്തുനിന്ന് കസിനെ വിളിച്ചിട്ട് ആളായിരുന്നു ഇങ്ങനെ അത് പുറത്തോട്ടാക്കി തന്നെ. ഭയങ്കര പെയിനായിരുന്നു, പക്ഷേ കുഴപ്പമില്ല. ഞാൻ പിന്നെ വിചാരിച്ചു ഇഷ്ടപ്പെട്ടൊരു കാര്യമല്ലേ, അപ്പം പിന്നെ കുറച്ച് സഹിച്ചാലും കുഴപ്പമില്ലല്ലോ വെച്ചിട്ട് ഞാൻ പിന്നെ സഹിച്ചു. പിന്നെ ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടും എനിക്ക് വല്ല മാറ്റമൊന്നുമില്ല. അതായത് വൈറ്റ് ഡിസ്ചാർജും നല്ലോണം ഉണ്ട്, ബ്ലഡും പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഭയങ്കര ഇങ്ങനെ പഴുത്ത് വലിയൊരു കുരുവൊക്കെ വന്ന് നിൽക്കുന്ന പോലെ. അതായത് അതിൽ ആ ഒരു ഇതിൻ്റെ ഭാഗമൊക്കെ പുറത്തോട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു രീതിയിലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹോസ്പിറ്റലിൽ പോകാനാണെങ്കിൽ അന്ന് ഭാരത് ബന്ധോ അങ്ങനെ എന്തോ, അപ്പോൾ പോകാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ തൊട്ടടുത്തുള്ള നമ്മളെ ഇവിടെ ഹെൽത്തിലായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം. അപ്പോൾ അവിടുന്ന് ഡോക്ടർ പറഞ്ഞു ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണ്, നമുക്ക് ഈ മുകളിലത്തെ ഭാഗത്ത് ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, ഈ ചെവി ഇങ്ങനെ കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്, അതായത് ഷേപ്പേ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്, പെട്ടെന്ന് തന്നെ ENT കാണിക്കണം. ഇനിയിപ്പോൾ ഏതായാലും ഇന്ന് പറ്റൂലല്ലോ, നാളെ പോകാം. അങ്ങനെയാണ് ഞാൻ ഇന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഇന്ന് കിംസ് ഹോസ്പിറ്റലിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെ അപ്പോൾ ഞാൻ തലേന്നൊക്കെ ഇങ്ങനെ ഭയങ്കര പേടിക്കുന്നുണ്ട്, ഇനി ഷേപ്പ് മാറുമോ, നാളെ ഒരു ദിവസം ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ആകുമോ എന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കിംസ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അതായത് ഡേഞ്ചറസ് ആണ്, ഇൻഫെക്ഷൻ നല്ല രീതിയിൽ തന്നെയുണ്ട്, പക്ഷേ എന്താ പറയുക ജസ്റ്റ് ഒരു ഓയിൻമെൻറ്റും ആൻറ്റിബയോട്ടിക്കും മാത്രം ഇപ്പോൾ കഴിക്കേണ്ട പ്രശ്നങ്ങളും. പൊതുവേ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എൻ്റെ അമ്മയ്ക്കോ ഇവർക്കാർക്കും പൊതുവെ ഇഷ്ടമുള്ള കാര്യമില്ല. പക്ഷെ ആരും ഒന്നും പറയില്ല, കാരണം എല്ലാവരും അവരുടെ ഇഷ്ടമല്ല. അമ്മ പറയും, ഇപ്പം എൻ്റെ ഫിയാൻസിക്കാണെങ്കിലും ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല ആളോട് ചെയ്യുന്നത്. അമ്മയുടെ കൂടെ പോയിട്ടാണ് ചെയ്തത്, പക്ഷെ ആളോട് ഞാൻ പിന്നെ ഫോട്ടോ അയക്കുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾ ഒന്നും മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പെയിൻ ഉണ്ട് എന്ന് 2 ആഴ്ച കഴിഞ്ഞിട്ട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അതിന് പഴുക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്, വേണമെങ്കിൽ അയച്ചു കളഞ്ഞോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അയക്കില്ല എന്നുള്ള രീതിയിൽ വാശി പിടിച്ചിട്ട് നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആള് പറഞ്ഞാൽ പൊതുവെ അത് വലിക്കാറുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഇങ്ങനെ പഴുത്തത്. പിന്നെ എന്നോടൊന്ന് ചെവി മുറിക്കാനുള്ള ചാൻസ് നല്ലോണം ഉണ്ട്. അപ്പോൾ എനിക്ക് നല്ലോണം പേടിയായി. ഡോക്ടറും പറഞ്ഞു ചെവിയുടെ ഷേപ്പ് മാറാൻ ചാൻസ് ഉണ്ട്, കോടിപ്പോവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അഞ്ചുകളെ പറഞ്ഞു ഇനി നാളെ പോയിട്ടാകുമ്പോൾ ചെവി മുറിക്കാൻ പറയാൻ ചോദിച്ചേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് കാണിച്ചപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് സമാധാനമായത്.
കാരണം ഡോക്ടർ പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല, ഇൻഫെക്ഷൻ നല്ലോണം ഉണ്ട്, ഇനി അത് ക്ലീൻ ചെയ്തിട്ട് ഓയിൻമെൻറ്റ് മാത്രം പുരട്ടിയാൽ മതി, ആൻറ്റിബയോട്ടിക്കും ഉണ്ട്. അപ്പോൾ എൻ്റെ ചെവിയുടെ അവസ്ഥ ഇതിൽ കാണാൻ പറ്റുമോ എന്നറിയില്ല, പക്ഷെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഈ ഇവിടെ ഒരു ഭാഗം തന്നെ പുറത്തേക്ക് തള്ളി നിൽക്കുവാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആർക്കെങ്കിലും ഇങ്ങനെ കുത്തിയിട്ട് എന്തെങ്കിലും ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ അപ്പം തന്നെ ഒന്നുകിൽ ഊരിക്കളയുക അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിക്കുക. അപ്പോൾ ഇന്ന് അത്രയൊക്കെ ഉള്ളൂ. ബൈ.